സ്വന്തം മകന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് ആ അച്ഛനും അമ്മയും ഞെട്ടിയുണർന്നത്. അവർ അവന്റെ മുറിയിലേക്ക് ഓടി. അവൻ മുറി തുറന്നു നോക്കുമ്പോൾ മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാതെ അവർ മുറിയാകെ തന്റെ മകനെ തിരഞ്ഞു. പെട്ടെന്ന് മുറിയുടെ മൂലയിലിരുന്ന് കരയുന്ന മകനെ കണ്ട് അവർ വല്ലാതെ പരിഭ്രമിച്ചു. എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്തത് അവന്റെ പാവയാണെന്നാണ്. ഒരു പാവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? എന്താണ് ആ രാത്രിയിൽ ആ മുറിയിൽ നടന്നത്? ആൻ പറഞ്ഞ കഥ സത്യമാണോ? ഇതിന്റെയൊക്കെ ഉത്തരം അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. റോബർട്ട് യൂജിൻ ഓട്ടോ എന്നായിരുന്നു അവന്റെ പേര്. സ്നേഹത്തോടെ എല്ലാവരും അവനെ ജീനോട്ട് എന്ന പേരിട്ട് വിളിക്കുകയും ചെയ്തു. അവൻ തന്റെ കുട്ടിക്കാലത്തെ ഫേവററ്റ് വേഷമായ ലിറ്റിൽ സെയിലറിന്റെ ഉടുപ്പ് അവനെ ധരിപ്പിക്കുകയും ചെയ്തു. അവൻ എവിടെ പോയാലും പാവയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഒരു നിഴൽ പോലെ പാവ എപ്പോഴും അവന്റെ കൂടെ ആയിരുന്നു. അവർ തന്റെ മകനോട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് റോബർട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. അവന്റെ ഉത്തരം അവരെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാക്കി. അവർ പാവയെ ഒരുപാട് വിചിത്ര സംഭവങ്ങളുമായി കാലങ്ങൾ കടന്നുപോയി. ജീൻ വളർന്നു വലിയൊരു യുവാവായി മാറിയിരുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ ആ പാവയും അവനെ പോലെ വലിയൊരു യുവാവായി മാറിയെന്ന പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. ജീൻ ചിത്രരചന പഠിക്കാനായി ന്യൂയോർക്കിലും അതിനുശേഷം പാരീസിലും പോയി. അവൻ പാവയെ തന്റെ മുറിയിലാക്കിയതിനു ശേഷമാണ് പഠിക്കാനായി പോയത്. എന്നാൽ അവിടുത്തെ ജീവിതത്തിൽ അവൻ എല്ലാം മറന്നുപോയിരുന്നു. 1930 മെയ് 3 ജീൻ ഫ്രാൻസിൽ വെച്ച് പാരറ്റ് പാർക്കർ എന്ന യുവതിയെ വിവാഹം ചെയ്തു. മാതാപിതാക്കളോടൊപ്പം അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കളുടെ മരണശേഷം അവൻ ഇതിനൊക്കെ പുറമെ അയൽപ്പക്കത്തെ കുട്ടികൾ തങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ജനലിലൂടെ പാവ തങ്ങളെ നോക്കുന്നതായി അവർ ജീനിനോട് സത്യം ചെയ്തു പറഞ്ഞു. എന്നാൽ ജനലരികിൽ പാവയെ കാണാൻ ഒരു സാധ്യതയില്ലെന്നും പാവയെ തട്ടിൻപുറത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ജീൻ കുട്ടികളോട് പറഞ്ഞു. അത് കേട്ട് കുട്ടികൾ മടങ്ങിപ്പോയപ്പോൾ ജീൻ ഉടനെ തന്നെ റോബോട്ടിന്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ കുട്ടികൾ പറഞ്ഞ പോലെ ആ പാവ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ പാവയെ തട്ടിൻപുറത്ത് വീണ്ടും കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നാൽ തിരികെ വന്നപ്പോൾ നോക്കുമ്പോൾ പാവ മുറിയിൽ തന്നെ വീണ്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചു. തുടർന്ന് പല സംഭവങ്ങളും ആ വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് ജീൻ ഒരിക്കലും ആ പാവയെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല എന്ന് 1974 ജീൻ മരിച്ചു. ജീന്റെ മരണത്തെ തുടർന്ന് വീട് ആനറ്റ് മാർട്ടിൽ റോയിറ്റർ എന്നൊരു സ്ത്രീക്ക് വിറ്റു. ഇവർക്ക് 10 വയസ്സുള്ള ആ പാവ ഒരു സാധാരണ പാവയല്ലെന്നും അതിലേതോ കുട്ടിയുടെ ആത്മാവുണ്ടെന്നും മാർട്ടിൻ മനസ്സിലാക്കി. ഉടൻ തന്നെ അവൾ പാവയെ തട്ടിൻപുറത്ത് പൂട്ടിയിട്ടു. എന്നാൽ അതിനുശേഷം തട്ടിൻപുറത്ത് പഴയതുപോലെ ആരോ നടക്കുന്ന ശബ്ദവും ക്രൂരമായ പൊട്ടിച്ചിരിയും കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല മാർട്ടിൻ പറഞ്ഞതനുസരിച്ച് ആരെങ്കിലും പഴയ ഉടമയായ ജീനിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച അപ്പോഴേക്കും പാവയുടെ കഥ ജനശ്രദ്ധ പിടിച്ചുപറ്റി തുടങ്ങിയിരുന്നു. മ്യൂസിയത്തിലേക്ക് പാവയെ കാണാനായി സന്ദർശകരുടെ പ്രവാഹം തന്നെയുണ്ടായി. എന്നാൽ അവിടെ വന്ന് പാവയോട് അപമര്യാദയായി പെരുമാറിയവർക്കെല്ലാം അപകടങ്ങളും അസുഖങ്ങളും വരാൻ തുടങ്ങി. മാത്രമല്ല അനുവാദം കൂടാതെ റോബോട്ടിന്റെ ഫോട്ടോ എടുത്തവർക്കെല്ലാം ആപത്തുകൾ വരുമായിരുന്നു. അതിനാൽ അവിടെ വരുന്ന സന്ദർശകർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. ഫോട്ടോ എടുക്കുന്നതിന് മുൻപായി പാവയുടെ പ്രത്യേക അനുവാദം ചോദിക്കണമെന്നായിരുന്നു ആദ്യത്തെ നിബന്ധന. തമാശയായി തോന്നുമെങ്കിലും ആ ചിട്ടകൾ അതുപോലെ തന്നെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ റോബോട്ട് എന്ന പാവ ഹോണ്ടഡ് ഡോൾ ആയതിന് പിന്നിൽ ഒരു കഥ പ്രചരിച്ചിരുന്നു. റോബോട്ട് ജീന്റെ മാതാപിതാക്കൾ അവരോട് വളരെ കർക്കശമായിട്ടാണ് പെരുമാറിയിരുന്നത്. ആ കൂട്ടത്തിൽ ജീന്റെ പ്രിയപ്പെട്ട ജോലിക്കാരിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർക്കൊരു മകളും ഉണ്ടായിരുന്നു. അവരൊരു ബഹാമിയൻ സ്ത്രീയായിരുന്നു. കൂടാതെ അവർക്ക് റോബോട്ടിന്റെ പിതാവുമായി അമിത ബന്ധം ഉണ്ടായിരുന്നതായി പറയപ്പെട്ടിരുന്നു. അവൾക്ക് ഒടുവിലും ബ്ലാക്ക് മാജിക്കിനും പ്രാവീണ്യമുണ്ടായിരുന്നു. അങ്ങനെയായി മാറിയെന്ന് പറയപ്പെടുന്നു. 1900കളുടെ തുടക്കത്തിൽ സ്റ്റീഫ് എന്നൊരു കമ്പനിയാണ് ഈ പാവയെ നിർമ്മിച്ചത്. മാർഗരറ്റ് സ്റ്റീഫ് എന്നൊരു സ്ത്രീയായിരുന്നു ഈ കമ്പനിയുടെ ഉടമസ്ഥ. വൈക്കോൽ കൊണ്ട് നിർമ്മിതമായ ഈ പാവയെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനുഷ്യനെ പോലെ തോന്നിക്കുമായിരുന്നു. അതിന്റെ മൂക്ക് ഒരു ജോഡി പിൻഹോളുകൾ പോലെയാണ് കാണപ്പെട്ടത്. അതിന്റെ കണ്ണുകൾ കറുത്ത മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. എപ്പോഴും അതിന്റെ മുഖത്ത് നിഗൂഢമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പാവയുടെ കയ്യിൽ വലിയ കണ്ണും വലിയ നാക്കുമുള്ള ഒരു പട്ടിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ നാക്ക് പുറത്തേക്ക് തള്ളി. മ്യൂസിയത്തിൽ റോബോട്ട് ആരാധകരേറെയായിരുന്നു. അവനായി പല സ്ഥലങ്ങളിൽ നിന്ന് ഇമെയിലുകളും കത്തുകളും ഒരുപാട് സമ്മാനങ്ങളും വന്നിരുന്നു. അവനായി വരുന്ന സമ്മാനങ്ങളൊന്നും ആരും എടുക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. കോരി കൺവെറ്റിറ്റോ എന്ന സ്ത്രീയാണ് റോബോട്ടിന്റെ മ്യൂസിയത്തിലേക്ക് ഏറ്റത്. വർഷത്തിലൊരിക്കൽ അവൾ അവനെ ചെക്കപ്പ് നടത്താറുണ്ട്. കൂടാതെ ഫ്ലോറിഡയിലെ കാലാവസ്ഥ അവന്റെ വൈക്കോൽ നിറഞ്ഞ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്നറിയാൻ അവന്റെ ശരീരഭാരം കൃത്യമായി നോക്കാറുമുണ്ടായിരുന്നു. അവന് വരുന്ന ഇമെയിലുകളും കത്തുകളും സ്വീകരിക്കുകയും വായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവളുടെ ജോലി.
റോബോട്ടിന്റെ കഥ പല ചലച്ചിത്രങ്ങൾക്കും പ്രമേയമായിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ ചൈൽഡ്സ് പ്ലേ എന്ന സിനിമയിലെ സീരിയൽ കില്ലറായ ചക്കി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കാരണമായത് റോബോട്ട് എന്ന പാവയാണ്. ചിത്രം വൻ വിജയം നേടുകയും ചെയ്തു. റോബോട്ടിന് ഇപ്പോൾ 117 വയസ്സുണ്ട്. പാവകൾ സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഭയപ്പെടുത്താറുണ്ടെന്ന് റോബോട്ടിന്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് സത്യമോ മിഥ്യയോ എന്തൊക്കെയാണെങ്കിലും റോബോട്ടിനെ കുറിച്ചുള്ള കഥകൾ പലരുടെയും ഉറക്കം കെടുത്താൻ തക്ക ഭയമുളവാക്കുന്നവയാണ്.